ശ്രീ നായർ ആണ് ഡൽഹിയിൽ നിന്ന്. ശ്രീ നായർ, താങ്കളുടെ എന്താണ് മുഴുവൻ പേര്? എന്റെ പേര് നാരായണൻ. ഗുഡ് ഈവനിങ് കിരൺ സാർ. നാരായണൻ നായർ എന്നാണ് എന്റെ പേര്. ശ്രീ നാരായണൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, എന്തുകൊണ്ടാവും കേരളത്തിന് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇരുട്ടിലേക്ക് നീങ്ങേണ്ട അവസ്ഥയുണ്ടായത്? സാറെ, കേരളത്തിലെ കറണ്ട് നമ്മൾ യഥാർത്ഥമായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥമായിട്ട് കറണ്ടിന്റെ പ്രോബ്ലങ്ങൾ കൂടുതൽ ഉണ്ടാകേണ്ട കേരളത്തിലല്ല, ബാക്കിയുള്ള ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. അവിടെയൊക്കെ ഭയങ്കര ചൂടും തണുപ്പും ഒക്കെ ഉള്ളതാണ്. പക്ഷെ എന്നാലും കേരളത്തിൽ ആവശ്യമായിട്ടുള്ള നമുക്ക് തെർമൽ പവറുള്ള കൂടുതലും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് നമ്മൾ കറണ്ട് എടുക്കുന്നത്. രണ്ടാമത്തെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറണ്ടിന്റെ വില നിയന്ത്രണം. കാരണം ആവശ്യമുള്ള സമയത്താണ് നമ്മൾ ഇന്ന് ആവശ്യമുണ്ടെങ്കിൽ ഇന്നാണ് കറണ്ടിന് വേണ്ടിയിട്ട് വെളിയിലുള്ള സോഴ്സിനോട് അതിനാവശ്യപ്പെടുന്നത്. അപ്പൊ അവര് പറയുന്ന റേറ്റിന് വാങ്ങണം. അപ്പൊ നമ്മുടെ ഖജനാവിന് വളരെയേറെ നഷ്ടം സംഭവിക്കും. ഒരു നിമിഷം കൊണ്ട് നമുക്ക് റേറ്റ് കൂട്ടാൻ പറ്റത്തില്ല. അപ്പൊ ഇത് വലിയ LDF ആയാലും UDF ആയാലും എല്ലാ കാലത്തും ഇത് അല്പസ്വല്പം വെക്കും. നമ്മളൊക്കെ തന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ ഞാൻ മെയിനായിട്ട് വിളിച്ച സാറിന്റെ വേറൊരു കമന്റ് ഇതിനകത്ത് കേട്ടു. അതിന് ഒരു മറുപടി പറയാനായിരുന്നു. സാറ് പറഞ്ഞിരുന്നു പിന്നെ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ മൂക്ക് പൊത്തിയേ പോകാൻ പറ്റത്തുള്ളൂ എന്നുള്ള. അതെന്നെ ഒന്ന് എഫക്ട് ചെയ്ത് ഞാൻ വിചാരിച്ചൊന്ന് സാറിനോട് അതൊന്ന് പറയാം. സാർ ഒരുപാട് നോർത്ത് ഇന്ത്യ കറങ്ങുന്ന മനുഷ്യരാണ്. ഏത് സ്ഥലത്താണ് സാറേ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് മൂക്ക് പൊത്തി പോകേണ്ട സ്ഥലമുള്ളത്? ശ്രീ നായർ, കേരളത്തിൻ്റെ പൊതുനിരത്തുകളിലെ ശുദ്ധിയും അല്ലെങ്കിൽ പൊതുനിരത്തുകളുടെ വൃത്തിയും താങ്കളുടെ ഡൽഹിയുടെ അവസാനം ഡൽഹി എന്ന് പറയുന്ന ആ നഗരം ഒന്ന് താങ്കൾ വിട്ടിട്ട് യമുനയുടെ തീരങ്ങളിലേക്കോ അല്ലെങ്കിൽ മയൂർ വിഹാറിനപ്പുറത്തേക്കോ ഏതെങ്കിലും ഒരു സ്ഥലത്തോ ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ചന്തയിൽ പോയാൽ, അവിടുത്തെ ഒരു മാർക്കറ്റിൽ പോയാലുള്ള അവസ്ഥ താങ്കൾക്കറിയാമല്ലോ. കേരളത്തിൻ്റെ ഒരു മാർക്കറ്റിൽ അത്രത്തോളം മോശപ്പെട്ട വൃത്തികെട്ട അവസ്ഥയിൽ ഉണ്ടോ? ഡൽഹി നേരെ നഗരത്തിനുള്ളിൽ ശരിയായിരിക്കും, താങ്കൾ പറഞ്ഞതുപോലെ കുറേ കൂടി വൃത്തിയുള്ള സ്ഥലങ്ങളാണ്. ഇനി അതല്ല, തൊട്ടടുത്ത് യുപിയിലേക്ക് പോയി കഴിഞ്ഞാൽ യുപിയിലെ നഗരങ്ങൾ, പ്രധാനപ്പെട്ട ഏത് നഗരത്തിൽ പോയാലും അവിടെയെല്ലാം ഉള്ള ഒരു ചന്തകളിലോ പൊതു മാർക്കറ്റുകളിലോ അല്ലെങ്കിൽ പൊതുനിരത്തുകളിലോ ഒക്കെ ഈ പറയുന്നത് പോലെ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ കേരളത്തിൻ്റെ അത്ര വൃത്തിയോടുകൂടിയാണോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? സാർ ഇപ്പൊ പറഞ്ഞതിൽ ഒരുപാട് തെറ്റുകളുണ്ട്. ഞാൻ സാറിനെ വിമർശിക്കാനോ ഇതിനോ അല്ല പറഞ്ഞത്. സാറേ, മയൂർ വിഹാർ പോണൊക്കെ ക്ലീൻ ആയിട്ടുള്ള ഒരു സെക്ട് ഡൽഹിയിൽ ഇല്ല. അല്ല, ഞാൻ പറഞ്ഞ മയൂർ വിഹാർ കഴിഞ്ഞാലെന്നാണ് പറഞ്ഞത്. മയൂർ വിഹാറിലെ കൂടുതൽ മലയാളികളൊക്കെ താമസിക്കുന്നത് മയൂർ ഫേസ് 1, ഫേസ് 2, ഫേസ് 3 ഒക്കെ എനിക്കും നന്നായി അറിയാവുന്നതാണ് ശ്രീ നായർ. അതുകൊണ്ടാണ് പറഞ്ഞത് അവിടെയൊക്കെ ആളുകൾ കൂടുതൽ താമസിക്കുന്നത് നന്നായി. ഞാൻ പറഞ്ഞാൽ ഡൽഹിയുടെ ആ പ്രധാനപ്പെട്ട നഗരത്തിന്റെ അതിർത്തി വിട്ട് കഴിഞ്ഞാൽ, നഗരത്തിന്റെ അതിർത്തി വിട്ട് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്നാണ് ചോദിച്ചത്. അതെ, അതുകൊണ്ടാണ് സാറേ ഞാൻ പറയുന്നത്. താങ്കൾ കിരൺ സാർ പോയിട്ട് ഒരുപാട് കാലമായി. കാരണം ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് സാറ്. നമ്മുടെ സാറേ, ഞാൻ ഇന്നൊരു 15 വർഷം മുമ്പോ 10 വർഷം മുമ്പോ UPയിലും ബീഹാറിലും ഞാൻ സാറേ അടുത്ത സമയത്തൊന്ന് കാശി പോയി. എന്നാൽ 10 വർഷം മുമ്പ് ഞാൻ കാശി പോകുന്നുണ്ടായിരുന്നു. കാശി പോവാണെങ്കിൽ സാറേ നമുക്ക് മൂക്കല്ല, നമുക്കതിലൂടെ നടക്കാൻ തോന്നത്തില്ലായിരുന്നു. സാറൊന്ന് പോയി നോക്കാം. ഞാൻ സാറിനെ ഒന്ന് ക്ഷണിക്കുന്ന ഡൽഹി. ശ്രീ നായർ, ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ശ്രീ നാരായണൻ നായർ, പ്രധാനപ്പെട്ട നഗരങ്ങളിലോ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളിലോ ഒക്കെ ഈ പറയുന്നത് പോലെ കാലങ്ങൾ കൊണ്ട് ഓരോ വർഷം കഴിയുന്നവരും വൃത്തി കൂടി വരിക തന്നെയാണ്. അതിന് സംശയമൊന്നുമില്ല, ഞാൻ അതൊന്നും നിഷേധിക്കുന്നില്ല. അത്തരമൊക്കെ ഒരുപാട് മോശപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഈ വാരണാസിയൊക്കെ ഒരുപാട് വൃത്തിയായിട്ടുണ്ടാവും. ഞാൻ മൂക്കുകുത്തി എന്നല്ല ശ്രീ നാരായണൻ നായർ, ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ ശരാശരി ഒരു നഗരത്തിലോ ഗ്രാമത്തിലോ പോകുന്നതിനേക്കാൾ വൃത്തിയോടുകൂടി ആണോ ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളുള്ളത്? ഇന്നലെ ഞാൻ കടവന്തറ എന്ന് പറയുന്ന സ്ഥലത്ത് സാറിനോട് പറയാൻ, കടവന്തറ മറ്റല്ലി ടെമ്പിൾ എന്ന് പറയുന്ന സ്ഥലത്ത് അകത്തോട്ട് കയറി ആ റോഡ് സാറൊന്ന് ശ്രദ്ധിക്കുകയാണ്. നാളെ സാറിന് സമയം ഉണ്ടെങ്കിൽ സാർ തിരുവനന്തപുരം സാർ ഒന്ന് പോയി നോക്കുക. ശരി, ഞാൻ ശ്രീ നാരായണൻ, ഞാൻ ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ. കേരളത്തിലെ എല്ലാ നഗരങ്ങളും ഗ്രാമങ്ങളും വഴികളും എല്ലാം വൃത്തിയാണ് എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഇവിടെയും ഒരുപാട് മാലിന്യങ്ങളുണ്ട്. പക്ഷേ താരതമ്യേന കേരളത്തിലെ നഗരങ്ങളും പൊതുസ്ഥലങ്ങളും മറ്റ് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെ പൊതുസ്ഥലങ്ങളെക്കാൾ താരതമ്യേന വൃത്തി കൂടിയ സ്ഥലങ്ങളാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ഉത്തരേന്ത്യ ആകെ മോശമാണെന്നോ കേരളമാകെ മഹത്തരമാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. രണ്ടും താരതമ്യം ചെയ്ത് കൊടുക്കിയാൽ കേരളമാണ് മെച്ചം എന്ന് പറയേണ്ടി വരും. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. കാരണം ഞാനിപ്പോ സാറിനോട് പറയാം, 2 ദിവസം ഡൽഹി ഭയങ്കര മഴയായിരുന്നു. പിന്നെ നമുക്കൊരു 15 ദിവസത്തിലോട്ട് വെളിയിലെക്കാൻ പറ്റില്ല. സാറിന്റെ പത്രപ്രവർത്തകൻ ഞാൻ ന്യൂസ് 18 നാഷണൽ ചാനലിൽ സ്ഥിരമായിട്ട് കാണുന്ന സമയം 5 മണി വരെ ഇവരുടെ ഈ വാർത്തകളും അതെല്ലാം കാണുന്ന മനുഷ്യരാണ്. പക്ഷെ അവിടെ ഈ മഴ പെയ്തിട്ട് എന്തൊരു വെള്ളക്കെട്ടാണ് സാറേ. ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് മാറി.
ഡൽഹിയിൽ അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം കെട്ടി നിൽക്കുകയും ചെയ്യും. മുട്ടിന് മേൽ വെള്ളം വലിയൊരു മഴ പെയ്താൽ കെട്ടി നിൽക്കുന്ന അവസ്ഥ ഇപ്പോഴും ഡൽഹിയിൽ ഉണ്ട് എന്നതും ഓർക്കണം. രാജ്യത്തിന്റെ തലസ്ഥാനമാണ്, അവിടെ ഇപ്പോഴും അതൊക്കെ ഉണ്ട് എന്നുള്ളത് ഓർക്കണം. സാറേ തലസ്ഥാനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് ഞാൻ പറയാം, നമ്മുടെ ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആ റെയിൽവേ പോകുന്ന രണ്ട് സൈഡിലോട്ട് സാറ് പോയി കഴിഞ്ഞാൽ ഇപ്പോഴും അവിടെ മൂക്ക് കൊത്തിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. രണ്ട് സൈഡിലും ആൾക്കാർ താമസമാണ്. അതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെന്തായാലും അത്രത്തോളം മോശപ്പെട്ട അവസ്ഥ കേരളത്തിലില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പിന്നെ അങ്ങനെ ഒരു ആളുകൾ താമസിക്കുന്ന സ്ഥലത്തെ ആരും അവിടെ പോയി ഇറക്കത്തില്ല ആൾക്കാരെ. ശ്രീ നാരായണൻ നായർ, അങ്ങനെ ആളുകൾ താമസിക്കേണ്ടി വരുന്നതിന് ആ ആളുകളെ അല്ല കുഴപ്പം പറയേണ്ടത്. ആ ആളുകൾക്ക് താമസ സൗകര്യം ഒരുക്കാനുള്ള സംവിധാനം, അവർക്ക് മാന്യമായി താമസിക്കാനുള്ള സംവിധാനം ഒരുക്കാൻ ആ സർക്കാരുകൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ അവിടെ താമസിക്കുന്ന ആളുകൾ മോശക്കാരായതുകൊണ്ടല്ല. സാറ് ന്യൂസ് 18 ആയിരിക്കും ആദ്യം വന്ന് പറയുന്നത് ഇവരെ ഇവിടുന്ന് ഇറക്കി വിടുന്നത്. ഒരിക്കലും പറയില്ല ശ്രീ നായർ. നമ്മൾ ഒരു മനുഷ്യൻ താമസിക്കാൻ ഗതിയില്ലാതെ അവൻ നഗരത്തിൻ്റെ ചേരുകളിൽ താമസിക്കേണ്ടി വരുന്നെങ്കിൽ അതിന് ഉത്തരവാദി ആ മനുഷ്യരല്ല. ആ ചേരുകൾ താമസിക്കേണ്ടി വരുന്നതിന് ഉത്തരവാദികൾ ഈ നാട് ഭരിക്കുന്ന ഭരണാധികാരികളാണ്. ആര് നാട് ഭരിച്ചാലും ഒരാൾ ചേരിയിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഭരണാധികാരിയാണ്, അയാളല്ല. എല്ലാവർക്കും ഒരു പരിധിയില്ല സാറ്. എന്ത് പരിധി ശ്രീ നാരായണൻ നായർ? ഒരാൾ, ഞാൻ പറഞ്ഞല്ലോ, താങ്കൾ തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ മൂക്ക് കൊത്താതെ പോകാൻ കഴിയില്ല എന്ന്. ഇപ്പോഴും ഡൽഹി എന്ന് ഞാൻ താങ്കൾക്ക് പറയുന്നതാണ്, ഡൽഹി എന്ന മഹാനഗരത്തിൽ ഇപ്പോഴും പരസ്യമായി പുറത്തിരുന്ന് മലമൂത്ര വിസർജനം ചെയ്യുന്ന ആളുകളുണ്ട്. അതിന്റെ ഉത്തരവാദി ആ ആളുകളല്ല. അവർക്ക് അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാനും ആ ശീലത്തിലേക്ക് എത്തിക്കാനും കഴിയാത്ത സർക്കാരുകൾ തന്നെയാണ്. റെയിൽവേ സ്റ്റേഷൻ, ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ രാജസ്ഥാൻ സൈഡിലോട്ട് പോകുന്നത് ഏതാണ്ട് 1 കിലോമീറ്റർ മുതൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇപ്പൊ ഡൽഹിയിൽ. അപ്പൊ അവരവിടെ ഇതിനിപ്പോ ബെയിലിംഗ് കെട്ടുന്നുണ്ട് കയറിയിരിക്കാൻ വേണ്ടി. പക്ഷെ അവരെ അവിടുന്ന് ഒഴിപ്പിക്കാൻ പറ്റത്തില്ല സാറേ. എന്തിനാണ് ഒഴിപ്പിക്കുന്നത്? അവർക്ക് നല്ല വീടുകൾ കെട്ടിക്കൊടുക്കണം, അവർക്ക് മാന്യമായി താമസിക്കാനുള്ള സംവിധാനങ്ങൾ കൊടുക്കണം, അവരുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അപ്പോൾ അവർ നാളെ വന്ന് റോഡിന്റെ അരികിൽ വന്നിരുന്ന മലമൂത്ര വിസർജനം ചെയ്യില്ല. സാറേ അങ്ങനെ ആവുമ്പോൾ ആൾക്കാർ ജോലി ചെയ്യത്തില്ല സാറേ. റെയിൽവേ ട്രാക്കിൽ എല്ലാം പോയി ഓരോ കുടിൽ കെട്ടി അങ്ങ് താമസിക്കും. റെയിൽവേ ട്രാക്കിൽ കുടിൽ, നിങ്ങൾക്ക് സ്വന്തമായി വീടുണ്ടെങ്കിൽ ആരും പോകില്ലല്ലോ. നിങ്ങൾക്ക് സ്വന്തമായി വീടില്ലാഞ്ഞിട്ടല്ലേ, ഗതി കെട്ടിയിട്ടല്ലേ അവർ ആ വൃത്തികേടിനകത്ത് വന്ന് കിടക്കേണ്ടി വരുന്നത്. ദില്ലി വീടില്ലാത്ത ഒരുപാട് ആൾക്കാർ ഇന്ത്യയിലുണ്ട്. എല്ലാരും വന്ന് റെയിൽവേ ട്രാക്കിൽ അങ്ങോട്ട്. അല്ല, അവർക്ക് വീടില്ലാത്ത ആരുടെ കുഴപ്പമാണ് ശ്രീ നാരായണൻ നായർ? ഞാൻ സാറിനോട് തർക്കിച്ചുവല്ല. അല്ല, ഞാൻ ചോദിക്കാം, ഞാൻ തർക്കിക്കാൻ വേണ്ടി തന്നെ ചോദിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത് താങ്കൾ ഒരു മിനിറ്റ് ശ്രീ നാരായണൻ നായർ, താങ്കൾ പറയുന്നത് ഇങ്ങനെയൊക്കെ ആളുകൾ താമസിക്കും, അവരാണ് അവിടെ വൃത്തികേടാക്കുന്നത്. ഞാൻ അത് തന്നെയാണ് പറയുന്നത്. എന്തുകൊണ്ട് അവർക്ക് അവിടെ ആ വൃത്തികേടിൽ താമസിക്കേണ്ടി വരുന്നു? അതിന് ഉത്തരവാദി അവരാണോ? അതിന് ഉത്തരവാദി സർക്കാരുകളല്ലേ, ഭരണാധികാരികളല്ലേ ഉത്തരവാദികൾ? നാഷണൽ ചാനലിൽ പ്രവർത്തിക്കുന്ന സാറിനോട് ഒരു ചെറിയ കാര്യം സാറേ, അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആള് കൂടത്തല്ല ഉള്ളൂ സാറേ. നാളെ വീടില്ലാത്തവരെല്ലാം അതിന്റെ സൈഡിൽ അങ്ങനെ വരണം, അവർക്കെല്ലാം വീട് വെച്ചു കൊടുക്കണം. പിന്നെ എന്തിനാണ് സർക്കാർ? അതെങ്ങനെയാ സാർ? അത് കേരളത്തിൽ നിന്നുകൊണ്ട്, ബീഹാറിൽ നിന്നുകൊണ്ട്, ബംഗാളിൽ നിന്നുകൊണ്ട്, ഉണ്ട്. എവിടുന്നുണ്ടായാലും എന്താണ്, എവിടുന്നുണ്ടായാലും അവർക്ക് വീട് വെച്ചു കൊടുക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ലേ? അതെങ്ങനെയാ സാറേ ഒക്കുന്നത്? ഇപ്പൊ നമ്മുടെ അതെന്താണ് ഒക്കാത്തത്? അത് ഒക്കില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഭരിക്കുന്നത്? നമുക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ ഇത്രയും വലിയ വികസനമൊക്കെ നടത്താൻ കഴിയുമെങ്കിൽ പാവപ്പെട്ട മനുഷ്യന് ഒരു വീട് വെച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വികസനമൊക്കെ നടത്തുന്നത്? സാറേ 10 പേർക്ക് അങ്ങ് ചെയ്തു കൊടുക്കാം. 10 കോടി ഉണ്ടെങ്കിൽ ആ കോടി പേർക്ക് വീടില്ലാതെ എന്തുകൊണ്ടായി? സാറേ വീടില്ലാതാകുന്നത് കേരളത്തിലില്ലേ സാറേ? വീടില്ലാതെ കേരളത്തിൽ വീടില്ലാത്താകുന്നവർക്കല്ല വീട് വെച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും വീടില്ലാത്തവരുണ്ട്. പക്ഷേ ഉത്തരേന്ത്യയിലെ ഈ സംസ്ഥാനങ്ങളെ പോലെ അത്രത്തോളം ദാരിദ്ര്യാവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യർ കേരളത്തിലില്ല എന്ന് അറിയാമല്ലോ. അല്ല, സാറ് കാണിച്ചില്ല നമ്മുടെ ചാനലിൽ ഇവിടെ ഒരു തിരുവനന്തപുരത്ത് ഒരാൾ കുടിലില്ലാതെ അവിടെ ശ്രീ നായർ, ഈ താങ്കൾ ഈ ഉദാഹരണം പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, താങ്കൾ താമസിച്ച ഡൽഹിയിലോ ഈ കേരളത്തിലെ ഏത് നഗരം എടുത്താലും ഡൽഹിയിൽ 1000 പേർക്ക് വീടില്ലാതെ ചേരികൾ താമസിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ കേരളത്തിൽ 1-2 പേരായിരിക്കും. ആ വ്യത്യാസമുണ്ട്. ആ 1-2 പേരില്ല എന്നല്ല ഞാൻ പറയുന്നത്. എല്ലായിടത്തും ഉണ്ട് സാറേ. എല്ലായിടത്തും ഉണ്ടെന്ന് വെച്ചാൽ അതിന്റെ ഉത്തരവാദി ആരാണ്? സാറേ ഡൽഹിയും ബോംബെ പോണൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ആൾക്കാർ അവിടുത്തുകാരല്ല സാറേ ഈ വരുന്നത്. എവിടുത്തുകാരായാലെന്താ, ഇന്ത്യക്കാരല്ലേ? അപ്പൊ കേരളത്തിൽ നിന്ന് പോകുന്നവർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വീട് വെച്ച് കൊടുക്കണമെന്നാ സാർ? എവിടെ ആയാലും അവർക്ക് വീട് കൊടുക്കണം, താമസിക്കാൻ അന്തസ്സായ സ്ഥലം കൊടുക്കണം. അപ്പൊ അങ്ങനെ ആവുമ്പോ ആൾക്കാരെല്ലാം ഉപയോഗിച്ച് അങ്ങോട്ടങ്ങ് പോകത്തല്ല ഉള്ളത്. പോകട്ടെ, ഇവിടെ മെച്ചപ്പെട്ട സൗകര്യം ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കും, അവിടെ സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകും. അത് ശരിയാ. സാറിന്റെ അയ്യത്ത് നാളെ 2 പേര് വീട് എന്റെ അയ്യത്ത് വീട് വെക്കുന്ന പോലെ അല്ലല്ലോ സർക്കാരിന്റെ ഉത്തരവാദിത്തം. സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് വീട് വെച്ച് കൊടുക്കൽ. സാറിനെ പോണത്തുള്ള ഒരു വലിയ മനുഷ്യൻ ഇങ്ങനെ എല്ലാ സർക്കാരിനെ കുറിച്ച്. ശരി, ഓക്കെ. എന്തായാലും ശ്രീ നാരായണൻ നായർ, ഒരുപാട് സമയമായി എന്ന് തോന്നുന്നു. എന്തായാലും ഒരു കാരണവശാൽ സാറിനോട് സംസാരിക്കുമ്പോൾ ഒരുപാട് സംസാരിക്കണം. ശരി, ഓക്കെ. എന്തായാലും നാരായണൻ നായർ, നന്ദി എന്തായാലും താങ്കളുടെ പ്രതികരണത്തിന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.